അച്ഛനെവിടെ പോയി? എന്താ ഇത്, സ്വന്തം വീട്ടിൽ സത്യഗ്രഹമോ? എടിമണ്ണ, നിന്നോടാ ചോദിച്ചത് അച്ഛനെവിടെ പോയെന്ന്? എനിക്ക് അകത്തേക്ക് പോകണം. ഒന്ന് എഴുന്നേറ്റ് മാറ്. ഒരാൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെയൊക്കെയാണോ സ്വീകരിക്കുന്നത്? കാലെടുക്കടി. എടുക്കില്ലേ? വേണ്ട. മാഷേ, അച്ഛനിവിടെ ഇല്ല. അത് നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഓ, വലിയ യോഗ്യൻ. വരവ് വെച്ചിരിക്കുന്നു. അനിയനെ വണ്ടി കയറ്റി അയച്ചിട്ട് വലിയ ആളെപ്പോലെ വന്നിരിക്കുന്നു. അതിനിപ്പോ എന്തോ വേണം? ഒന്നും വേണ്ട. നിനക്ക് എന്ത് പറ്റി പെണ്ണേ? നിങ്ങൾ മനുഷ്യനാണോ? നിനക്ക് സ്നേഹം എന്ന് പറയുന്നതുണ്ടോ? പെണ്ണെ, പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ, എനിക്കെന്താ? അനിയന് കല്യാണം നിശ്ചയിച്ച് വക്കീലാക്കാൻ വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ പറ്റി വല്ല വിചാരമുണ്ടോ? നിന്നെപ്പറ്റി ഞാനെന്തിനു വിചാരിക്കണം? ദുഷ്ടൻ, ദുഷ്ടൻ പറയുന്നത് കേട്ടില്ലേ? എങ്കിലും എന്നോട് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. കുട്ടിക്കാലം മുതൽക്ക് ഞാൻ നിങ്ങളുടെ പിറകെ നടക്കാൻ തുടങ്ങിയതാ. എന്നെ പറ്റി പിന്നെ ആരാ വിചാരിക്കേണ്ടത്? സത്യത്തിൽ സത്യത്തിൽ നിന്നെപ്പറ്റി എനിക്ക് വിചാരമില്ലാഞ്ഞിട്ടല്ല. പിന്നെ വിചാരിച്ചോണ്ട് ഇരുന്നേച്ചാ മതി. നിന്നെ ഞാനങ്ങനെ വിടാനൊന്നും പോകുന്നില്ല. വിവാഹവും കഴിക്കും. ഇനി എന്നാ? മൂക്കി പല്ല് വരുമ്പോഴോ? പറയുന്നൊന്ന് കേക്കടി പെണ്ണേ. എന്റെ അനുജൻ പഠിച്ച് ജയിച്ച്. എനിക്ക് കേക്കണ്ട. അനിയൻ അനിയൻ അനിയൻ. വേറെ ആർക്കും അനിയനില്ലേ? പിന്നെ എന്റെ അനുജനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കൊല്ലോ, കൊല്ലണ്ടേ? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എടി പെണ്ണെ, നമ്മൾ രണ്ടുപേരുടെയും കല്യാണം ഉടനെ നടത്തിയാൽ എന്റെ അനുജന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? നീ അതിന് ക്ഷമിക്കേ. എത്ര നാളെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നത്? എന്റെ അനുജൻ പഠിച്ചു വക്കീലായാൽ ആദ്യം സിന്ധുമായിട്ടുള്ള കല്യാണം, പിന്നെ നമ്മൾ രണ്ടും കൂടെ കല്യാണം അങ്ങ് നടത്താം. അതെവിടുത്തെ മര്യാദയാ? ചേട്ടൻ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം. കേട്ടോ രാമു, അവള് പറഞ്ഞത് വളരെ ന്യായമായ കാര്യമാണ്. ഒന്നുകിൽ ചേട്ടന്റെ കല്യാണം ആദ്യം, അത് കഴിഞ്ഞ് അനിയന്റെ കല്യാണം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച്. ഞങ്ങൾ രണ്ടുപേരും കൂടി തമാശ. മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ തമാശ പറഞ്ഞത് മുഴുവൻ ഞാൻ പുറത്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നിങ്ങൾ രണ്ടുപേരും എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചു. എന്റെ ജോലിയുടെ 3/4 ഭാഗവും നിങ്ങൾ ചെയ്ത് തീർത്തു. ഇനി ആ ചടങ്ങ്, കല്യാണം, അത് ഞാൻ നടത്തി തരും. നീ ആ ഗോവിന്ദൻ വാദ്യാരുടെ മകളല്ലേ? നീ ഈയിടെ കണ്ടമാനം വളർന്നു വലുതായല്ലോ. കണ്ടമാനമൊന്നുമില്ല, കുറച്ച് വളർന്നിട്ടുണ്ട്. ഇങ്ങനെ വഴിയിലൂടെ ഒക്കെ പാടിക്കൊണ്ട് നടന്നാലേ വല്ലവരും പിടിച്ചുകൊണ്ട് പോവും. എന്നെയോ? എന്താ, പിടിച്ചാ പൊങ്ങത്തില്ലേ? അത് പിടിക്കാൻ വരുമ്പോഴറിയാം. ആ തൽക്കാലം മുതലാളി പോയാട്ടെ. എടീ, നീ എന്നോട് പോകാൻ പറയുന്നു. നിന്റെ തന്ത എന്റെ സ്കൂളിലെ ശമ്പളക്കാരനാ. അവൻ പറയില്ല എന്നോട് വഴിമാറാൻ. പിന്നെ എന്റെ അച്ഛനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണം. മര്യാദയ്ക്ക് പോകുന്നോ അതോ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടണോ? എടീ ഈർക്കിളി പെണ്ണെ, നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ആ 310. പണിക്കരെ, ഓ ആ കറ്റയെല്ലാം കൊണ്ടുവന്നോ? ഓ കൊണ്ടുവന്നേ. ആ എല്ലാം നോക്കിയോ? ഓ നോക്കി. ഒന്ന് വേഗം കൊണ്ട് ചെയ്തേ. ബാലിന്റെ നിലത്തിൽ ഈ പ്രാവശ്യം എത്ര പറയുണ്ട്? 350 പറയുണ്ട് മുതലാളി. അതെന്താ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കുറഞ്ഞു വരുന്നത്? കുറവൊന്നുമല്ല മുതലാളി, സാധാരണ എത്ര ഉണ്ടാവാറുള്ളൂ. തനിക്ക് എങ്ങനെ അറിയാം? നിലം ബാലിന്റെ അല്ലേ? ഞങ്ങൾ ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. അത് വേലായുധം പറഞ്ഞ് ശരിയാ മുതലാളി. ഇവരൊന്നിച്ചാ അധ്വാനിക്കുന്നത്. തന്നോട് ചോദിച്ചോ? ഇല്ല. പോപ്പുറത്ത്. ബാല, നീ ശരിയായിട്ട് വളം ചെയ്യാത്തോണ്ടാണ് വിളവ് കുറഞ്ഞു വരുന്നത്. അത് മുതലാളി പറയുന്നത് ശരിയാ. പാടത്തിന് ശരിക്കും വളം ചെയ്തില്ലെങ്കിലേ പാടത്തിന് കേടാ, മുരഞ്ഞു പോവും. എന്താ മുരഞ്ഞു പോവും? പിന്നെ അരഞ്ഞു പോവും. താനും ചുമ്മാരിയടോ.
എന്താ അവൻ പറഞ്ഞത് ശരിയല്ലേ? മുതലാളിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ മെച്ചല്ലേ? മുതൽ മുടക്കൊന്നുമില്ലല്ലോ. ആ പാടം പിന്നെ ആരുടെ വകയാ? അത് പാടമാക്കി ഞങ്ങളല്ലേ. അവിടെ മുഴുവൻ കാടായിരുന്നല്ലോ. അത് നിങ്ങളുടെ തന്തയുടെ വകയായിരുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. മര്യാദകൾ പറഞ്ഞവരുണ്ടല്ലോ. പറഞ്ഞാ താൻ എന്ത് ചെയ്യുമടാ പട്ടി? എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരണോ? എന്ത് ചെയ്യുമടാ? ഞങ്ങളെല്ലാം ആരുടെയും ചോര വെച്ച് കുടിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത്. എല്ലാവരെയും പരിഹരിച്ചിട്ടാണ്. അത് ഓർമ്മ വേണം. ശരി, മേലാൽ നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിച്ചോളാമടാ. എടാ ബാല, മേലാൽ നീ ആ പാടത്തിന് കൃഷി ഇറക്കണ്ട, ഞാൻ ഇറക്കിക്കൊള്ളാം. വേലായുധൻ പറയുന്നത് എനിക്ക് വേണ്ടിയ മുതലാളി. ഓഹോ, നിങ്ങളെല്ലാം തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? കൃഷി ഇറക്കാൻ അങ്ങോട്ട് പോര്, അപ്പൊ കാണാം. കാണാം. മുതലാളിമാരുടെ ഏർപ്പാട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതൊന്ന് അവസാനിപ്പിച്ചേ തീരൂ. അതിനുള്ള തുടക്കം ബാലിന്റെ പാടത്തു തന്നെ ആവട്ടെ. ഈ കാര്യത്തിൽ രാജശേഖര മുതലാളിയോട് ഇടാൻ എന്റെ കൂടി ആർക്കുണ്ടെന്ന് എനിക്കറിയണം. ഞാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവരൊക്കെ മുതലാളിമാരാണ്, നമ്മളൊക്കെ പാവങ്ങൾ. മുതലാളിയോട് പിണങ്ങിക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുതലാളിയുടെ സ്ഥലം വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ അങ്ങ് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. എന്തിനായി വഴക്കും വെക്കാണോ? രാമ ഒരു കൃഷിക്കാരൻ തന്നെയാണോ? അസൽ കൃഷിക്കാരന്. എന്റെ അച്ഛന്റെ കാലത്ത് മുതലാളി തന്ന കാട് എന്റെ കാലമായപ്പോ പാടമായി. 2 കൃഷി കഴിഞ്ഞപ്പോ മുതലാളി എന്നെ വിളിച്ചു പറഞ്ഞു, എടാ രാമു, ആ കൃഷി സ്ഥലം അങ്ങ് വിട്ടതാണ്. ഞാൻ ഉടനെ അങ്ങ് വിട്ടുകൊടുത്തു, അത്ര തന്നെ. ഞാൻ അസലുള്ളവനാ. എന്റെ സ്ഥലം വിട്ടുകൊടുക്കാനൊന്നും ഞാൻ അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. ഓ, അനുഭവിച്ചോ? എന്റെ അനുജനെ പഠിപ്പിക്കാൻ പണം തരുന്ന മുതലാളിക്കെതിരായിട്ട് എന്നെ കിട്ടൂല. രാമു, അനിയനെ പഠിപ്പിക്കാൻ രൂപ തന്നത് കിടപ്പാടം പണയപ്പെടുത്തിയിട്ടല്ലേ? സമ്മതിച്ചു, പക്ഷെ അതിന് ആളുണ്ടായല്ലോ. പിന്നെ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, ഈ വഴക്കിനും വക്കാണത്തിനും ഞാനില്ല, ഞാൻ പോകുന്നു. പൊയ്ക്കോ. ഇന്നല്ലെങ്കിൽ നാളെ നീ ഞങ്ങളുടെ വഴിക്ക് വരും. വരാതെ അവിടെ പോവാൻ. ഞങ്ങൾക്കിതിൽ കാര്യമൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ അനുഭാവികളാണല്ലോ. ഒരു ചെറിയ സംശയം. എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനുള്ള ശക്തി? എതിർക്കാനുള്ള മനസ്സുണ്ടായാൽ മതി മാഷേ. ശക്തി താനേ ഉണ്ടായിക്കൊള്ളു. എന്ത് തന്നെ സംഭവിച്ചാലും വിരോധമില്ല. അവരൊരുത്തനെയും പാടത്തിറങ്ങാൻ സമ്മതിക്കരുത്. അതിന് ഞങ്ങൾ മതി. അവരൊരുപാട് ആളുകൾ കാണും. നിങ്ങളും കുറെ പേരെ വിളിച്ചോളൂ. പണം എത്ര വേണമെങ്കിലും കൊടുക്കാം. വേണ്ട മുതലാളി, അതിന് ഞങ്ങൾ മാത്രം മതി. വല്ലവനും എതിരിടാൻ വന്ന അരിഞ്ഞുകളാ. കേസ് ഞാൻ നോക്കിക്കൊള്ളാം. പോ. ശരി. അതോ മുതലാളി ആൾക്കാർ വരുന്നുണ്ട്. വരട്ടടാ, നീ പോയി ഇതിന്റെ ജോലി നോക്ക്. എല്ലാവരും ജോലിയെടുത്ത് പാടത്തുനിന്ന് വെളിയിൽ പോയിണ്ട. ഇത് മുതലാളിയുടെ സ്ഥലമാണ്. പാടത്തിന് എല്ലാവരും കയറിപ്പോയാൽ രാജശേഖരൻ മുതലാളിയുടെ എച്ചില് തിന്നതിന്റെ ബലം ഞങ്ങളോട് കാണിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് വന്ന വഴി പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ അങ്ങനെ അങ്ങ് പോകാൻ വന്നതല്ല. പിന്നെ നിങ്ങളെല്ലാം അടിച്ചോടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന്
വേണ്ടടാ